ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 47. അപ്പോൾ ഇന്നലത്തെ പ്രൊമോ വന്നപ്പോൾ മുതൽ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് ഞാൻ നല്ല ത്രില്ലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈവ് കുറച്ച് കവർ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ രാവിലെ എനിക്ക് ലൈവ് വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കോംബോ ആണ്, അതായത് ജബ്രി കോംബോ, ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളൊരു കോംബോ, അവിടെ അവരുടെ സംസാരം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് കാണണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വന്നു, എൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് ഞാൻ പിന്നെ വന്നു. പിന്നെ ലൈവ് ഓൺ ആക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു വീണ്ടും ജബ്രികൾ. അത് കഴിഞ്ഞ് ഞാനത് സ്കിപ്പ് ചെയ്ത് എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അത് തന്നെ അങ്ങനെ ഒരു വൈകുന്നേരം ഒരു 5 മണി വരെ, അതായത് ആ ഒരു ടാസ്ക് കൊടുക്കുന്നത് വരെ ഈ 2 പേരെ വെച്ച് ലൈവ് ഓടിച്ചെന്നാണ് പറയേണ്ടത്. അതിന് ബിഗ് ബോസിലെ ക്രൂവിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ബാക്കിയുള്ളവർ അവിടെ വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയണതല്ലാണ്ട് അവർ കാര്യമായിട്ടൊരു കണ്ടന്റ് കൊടുക്കുന്നില്ല, അത് വേറൊരു കാര്യം. എന്നാലും അത് കാണിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ലായിരുന്നു. ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദയൊക്കെ വേണ്ട, ഒരു മയമൊക്കെ വേണ്ടേ? കാരണം പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത ബിഗ് ബോസിന് വേണ്ടേ? ബിഗ് ബോസ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കലുണ്ടായിരുന്നു ഇന്നത്തെ ലൈവിൽ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ഇടയ്ക്കൊക്കെ കണ്ട ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അതായത് ഇനി നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 2 പേരും വെളുപ്പിക്കലായിട്ടുള്ളൂ കൂടുതലും നടക്കാൻ പോകുന്നത്. 2 പേരല്ല 3 പേര്, അതായത് ജാസ്മിൻ, ഗബ്രി, പിന്നെ നമ്മുടെ റസ്മിൻ ഭായ്. അപ്പോൾ ഇവരാണല്ലോ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളെ, നോറ, ഇവരെല്ലാവരും കൂടിയാണല്ലോ പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത്. അതിൽ പ്ലാൻ ചെയ്ത് വന്നതിൽ നിന്ന് പ്ലാനിൽ തെന്നി മാറിപ്പോയത് നോറാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം റസ്മിനോട് മാത്രമേ ഒരു കണക്ഷനിൽ നിൽക്കുന്നുള്ളൂ. അത് നോറയുടെ ഒരു ക്യാരക്ടർ അതുകൊണ്ടായിരിക്കും. ഒരിക്കലും ജാസ്മിനോടും ഗബ്രിയോടും ചോദിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു ടീമിലോട്ട് നോറ അധികം എടുക്കാത്തത്. എന്നാലും അവർ തമ്മിലുള്ളൊരു നെറ്റ്വർക്ക് ഉള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വിസിബിളാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇനിയുള്ള വെളുപ്പിക്കലിനെ പറ്റി പറയേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം പറയുകയാണെങ്കിൽ, ഇവർ 2 പേർക്കും മെയിനായിട്ട് വേണ്ടത് നെഗറ്റീവ്, ഇതുവരെ വന്ന നെഗറ്റീവ് ആരെങ്കിലും ഒരാളുടെ തലയിലിടണം. ഇതാണ് ഇവർക്ക് വേണ്ടത്. അതായത് 2 പേരും ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്, 2 പേരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കളിക്കാനുള്ളൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അവർ ഇതുവരെ ഈ ഒരു 47 ഡേയ്സ് അവർ അതിൻ്റെ അകത്ത് നിന്ന് ഒരുമിച്ചാണ്. അതായത് ഒരു ആർഗ്യുമെൻറ്റ് വരുമ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴും എല്ലാം ഇവർ ഒരുമിച്ച് നിന്നാണ് നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഒറ്റക്കൊറ്റക്കായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2 പേരും ഓപ്പോസിറ്റ് വന്നാലോ അതെങ്ങനെ ഇവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പേടി 2 പേരുടെ കാര്യത്തിലുണ്ട്. ആ ഒരു ഒറ്റ ഫാക്ടർ കൊണ്ടാണ് 2 പേരും ഇപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നത്. അതല്ലാണെങ്കിൽ അവർ നേരത്തെ തല്ലിപ്പിടിഞ്ഞാനേ. പക്ഷേ അവർ ആ ഒരു ഭയം അവരുടെ ഉള്ളിനുള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം 2 പേരും ഒരു ആർഗ്യുമെൻറ്റ് വന്നു കഴിഞ്ഞാൽ 2 പേരും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും, അതായത് സംസാരത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ അവർ അടിപൊളിയാണ് 2 പേരും. അപ്പോൾ ഇവർ തമ്മിൽ ഇതുവരെ അങ്ങനെ ഒരു തർക്കത്തിലോട്ട് പോയിട്ടില്ല. ചെറിയ ചെറിയ സ്പാർക്കുകൾ നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇട്ട് തരുന്ന, അല്ലാണ്ട് ഇവർ ഡയറക്റ്റ് നേരിട്ട് ഒരു റിയൽ ഫൈറ്റിലോട്ട് ഇവർ പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അതെങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും, അത് പുറത്തെങ്ങനെ ആവും എന്നുള്ളൊരു ഭയം 2 പേർക്കുണ്ട്. കാരണം ഇതുവരെ 2 പേർക്ക് ഒരുമിച്ച് വന്ന നെഗറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് കളിക്കുമ്പോൾ ആരുടെ തലയിൽ വീഴും എന്നുള്ളൊരു ഭയം ഇവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതാണ് ഈ ജാസ്മിൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജാസ്മിന് ഇപ്പോൾ വേണ്ടത് ഗബ്രി പ്രണയം തുറന്ന് പറയണം. അതിൻ്റെ അകത്ത് ജാസ്മിനോടുള്ള പ്രണയം ഗബ്രി തുറന്ന് പറയണം. ഗബ്രി ആണെങ്കിൽ ചത്താലും പറയത്തില്ല. പിന്നെ ഇവർ ഈ ഒരു കോംബോ പിടിച്ചതിൻ്റെ ഇടയ്ക്ക് 2 പേരും നല്ല രീതിയിൽ അത് മുതലെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അതായത് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ്, കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്നൊക്കെ. അതും കഴിഞ്ഞ് ഇവർ കുറച്ച് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ അതിൻ്റെ ഇടയ്ക്ക് മുതലെടുത്താണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർക്ക് 2 പേർക്കും നേരിട്ടിറങ്ങി ഫേസ് ടു ഫേസ് നിന്ന് കളിക്കാനുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ആരെങ്കിലും തലയിലിട്ട് പതുക്കെ ഒന്ന് പിൻവലിയണം. ഇതാണ് 2 പേരും നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ. അപ്പോൾ അതിൻ്റെ തുടർ എപ്പിസോഡുകളിൽ ഇനി ഒരുപാട് കാണാനുണ്ട്. ഇനി ഒരുപാടുണ്ട്, വെളുപ്പിക്കലായിരിക്കുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റസ്മിനും വെളുപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കൺഫെഷൻ റൂമിൽ പോയി കരയാത്ത റസ്മിൻ ഇന്ന് കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റസ്മിന് വേണ്ടത് സംസാരിക്കാൻ ഒരാൾ, കേൾക്കാൻ ഒരാൾ, ഇതാണ് വേണ്ടത്. കൺഫെഷൻ റൂമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ പോയിരുന്ന് എന്ത് സംസാരിച്ചാൽ അതെന്തായാലും ലൈവിലും എപ്പിസോഡിൽ അത് വരുമെന്നുള്ളതായിരുന്നു 100% ഉറപ്പാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഡയറക്റ്റ് പറയാൻ പറ്റിയ ഏറ്റവും വലിയ സ്പേസ് അത് തന്നെയാണ് കൺഫെഷൻ റൂം. അവിടെ റസ്മിൻ നൈസായിട്ട് വേറെ ഹൗസിലിരുന്ന് ഒരു ചർച്ചയ്ക്ക് ഇടാണ്ട് ഏറ്റവും പറ്റിയ പ്ലേസിൽ പോയി തന്നെ അവിടെ പോയിരുന്ന് വെളുപ്പിക്കുന്ന റസ്മിനെയാണ് കണ്ടത്. അപ്പോൾ അതും ഞാൻ സ്കിപ്പ് ചെയ്തു. താല്പര്യമില്ല, ഒരു പറയാൻ പോകുന്ന കാര്യമൊക്കെ പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് എനിക്ക് കാണാൻ താല്പര്യം. അവിടെ ഇരുന്ന് ഒരുപാട് നേരം അതിൻ്റെ അകത്ത് ഇരുന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അവസാനം നമ്മുടെ ഗെയിമിലോട്ട് തുടങ്ങി. പ്രൊമോയിൽ വന്ന നമ്മുടെ ഗെയിമിലോട്ട്, കാത്തിരുന്ന ഗെയിമിലോട്ട് വന്നു. അപ്പോൾ ഗെയിമിലോട്ട് വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചായിരുന്നു. കാരണം ആകെ പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻറ്റ്, എനിക്ക് ആകെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ജിൻഡോ മാത്രമുള്ള അതിൻ്റെ അത്. വേറെ ഒരാളിലും ഒരു പ്രതീക്ഷയില്ല. പലരും ഇപ്പോൾ മലച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് പോയ ആളുകളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും, പിന്നെ തീപ്പുരി മാറ്റി കാട്ടുതീയൊക്കെ ആയിട്ട് പോയ ആളുകളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ഒരു കണ്ടന്റും തരാനില്ല. ഇപ്പോഴും ജബ്രികൾ തന്നെ ലീഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആകെയുള്ളൊരു ആശ്വാസം ജിൻഡോ ആണ്. അപ്പോൾ ആ ജിൻഡോൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ വന്നു. കാരണം ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്ത് പോകേണ്ടി വരുമോ എന്നുള്ളത്. കാരണം സീസൺ 6 ആണ്, എന്ത് സംഭവിക്കാം.
അത് വേറൊരു പ്രത്യേകതരം ടീമിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചങ്ങനെ ഗെയിമുകളാണ്. അപ്പോൾ ബാക്കി അവർക്കെതിരായിട്ട് എത്ര വലിയ പ്ലേയേഴ്സ് വന്നാലും അടിച്ചിരുത്തി കളയുന്ന ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സിബിൻ പോയത്. ലാലേട്ടൻ വന്നിട്ട് മര്യാദയ്ക്ക് ഇരുന്ന 2 പേരെ തകർത്ത് തരിപ്പണം നോക്കി. ഒരാളെ മെൻ്റലി തകർത്തു, ഒരാളെ ഫിസിക്കലി തകർത്തു. 2 പേരും ഒരൊറ്റ എപ്പിസോഡിൽ പോയി. അതാണ് ഈ സീസൺ 6 ഒരു ഷോ ഡയറക്ടറിൻ്റെ ഒരു പവർ. ലാലേട്ടൻ വെച്ചാൽ ഒരു ഗെയിം കളിച്ച്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ജിൻഡോ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ജിൻഡോ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സീസൺ 6 കാണേണ്ടി വരുമോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ അതെങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. നിർത്തേണ്ടി വരുമോ, കാണലിൽ നിർത്തേണ്ടി വരുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ നിർത്തണമെന്നുണ്ട്. ഇത് കണ്ടു തുടങ്ങി ആയതുകൊണ്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളൂ. ഇത് കണ്ടു തുടങ്ങിയില്ലായിരുന്നെങ്കിലോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ, നമുക്ക് ചിന്തിക്കണ്ട അതെന്തായി ഇനി എന്തായി എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരില്ല. ഇത് കണ്ട് പോവുകയും ചെയ്ത് ഇനി കാണാണ്ടിരിക്കാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകെയുള്ളൊരു ആശ്വാസം ജിൻഡോ ആണെങ്കിൽ. ജിൻഡോ എന്നുള്ളൊരു ക്യാരക്ടറിലായിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ഇപ്പോൾ ഉള്ള പകുതി പ്രേക്ഷകരും പോയതിനുള്ള 100% ഉറപ്പാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ടാസ്ക് വന്നു. അപ്പോൾ ടാസ്ക് വന്ന ടൈമിൽ എനിക്ക് മനസ്സിലായത് ഗബ്രി ഇത്രയും ബോർ ക്യാരക്ടറാണെന്നുള്ള കാര്യം. അതായത് വെറുപ്പിക്കൽ പോട്ടെ, ജാസ്മിനായിട്ടുള്ള വെറുപ്പിക്കൽ പോട്ടെ, പക്ഷേ പുള്ളിക്ക് അങ്ങ് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാലോ ആയെന്ന് വർത്താനോ സംസാരമൊക്കെ ഒട്ട് സഹിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമാണ്. അങ്ങനെ ജിൻഡോയുടെ തലയിലോട്ട് എല്ലാ കേസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്ന സിറ്റുവേഷനിലോട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ ആ വീഡിയോ ഒരുപാട് തവണ ഞാൻ സ്ലോ ചെയ്ത് കണ്ടു. ജിൻഡോ വന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ചിട്ടുള്ളത്, അതായത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പുറകിൽ ആ കോയിൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് വേറൊരു അറ്റാക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഗബ്രിയാണ് ജിൻഡോയുടെ മുഖത്ത് പിടിച്ച് മറിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഗബ്രി ബാക്കോട്ട് പിടിച്ച് ഈ ഒരു പോയ പോക്കിൽ പുറകിലോട്ട് പോയി വീണതാണ്. അല്ലാണ്ട് ജിൻഡോ തള്ളിയിട്ടൊന്നുമല്ല. ഗബ്രി ആ ജിൻഡോ തള്ളിയിട്ടെന്നുള്ള രീതിയിലാക്കി. ഗബ്രി എന്തൊക്കെയാണ് കാണിച്ചിട്ട് പുള്ളി ആ പിടിച്ച പിടുത്തത്തിൽ അവിടെ നിന്നല്ലാണ്ട് വേറെ ഒന്നും പുള്ളി അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ജിൻഡോൻ്റെ മുഖം മാന്തി പറിക്കുക, ജിൻഡോനെ ചവിട്ടിയിട്ട് കാലും വരെ മുറിവായി. അത്രയും ചെയ്തിട്ടും ജിൻഡോ അവിടെ കൂളായിട്ട് ഇരുന്നുള്ളതാണ്, ഒരൊന്നും പറഞ്ഞില്ല. അത്രയും ചെയ്തിട്ടും ആ സമയത്ത് ഇതെല്ലാം ചെയ്ത് കൂട്ടിയ നമ്മുടെ ഗബ്രി കിടന്ന് ഡയലോഗ് അടിച്ച് ഷോ ഓഫ് നടത്തി ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത്. അതായത് ഒരു ലൈവ് ആ ഒരു സീൻ നമ്മൾ നോർമലൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് തോന്നും ഗബ്രിനെ അറ്റാക്ക് ചെയ്യുന്ന ജിൻഡോ ആയിട്ട് തോന്നുമെങ്കിലും അത് സത്യത്തിൽ അവിടെ നടന്നെങ്കിൽ പുള്ളി വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിടിച്ചു നിർത്തി എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം പിടിച്ചു നിർത്താൻ പാടില്ല എന്നുള്ളൊരു കാര്യം അവിടെ ഇല്ല. ഒരുപാട് തവണ ബിഗ് ബോസിനോട് ചോദിച്ചു പിടിച്ചു നിർത്താൻ പാടില്ല എന്ന്. സീസൺ 5 ഇതേ ടാസ്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിലവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. സീസൺ 5 വേറെ ഒന്നും വേണ്ട. സീസൺ 5 ലാസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ നാദരയും ജിഷ്ണുവും കൂടി കിടന്നുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവർ കിടന്ന് കരയും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് അവിടെ കിടന്ന് കളിച്ചത് അവർ. എന്നിട്ട് അവർ കളിയും കഴിഞ്ഞ് കൈയും കൊടുത്ത് അവർ പോയി. അവർ ഇതുപോലെ കിടന്ന് കയറാനും കരയാനും നിന്നില്ല. ആ ഒരു കാര്യത്തിലൊക്കെ അവരോട് ഒരു ബഹുമാനം ഉണ്ട് കേട്ടോ. അവരെന്ത് ടാസ്ക് കൊടുത്താലും അടി ഇട്ടി തകർക്കും. ബിഗ് ബോസിൻ്റെ സെറ്റ് വരെ തകർത്തളയുന്ന രീതിയിൽ അവർ കിടന്ന് കളിക്കും. അല്ലാത്ത ടൈമിൽ അവർ വെറുതെ ഇരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. എല്ലാവരും ഒരാൾ പോലും വിട്ടുകൊടുക്കില്ല. കട്ടൊക്കെ നിൽക്കുന്ന ടീമായിരുന്നു എല്ലാവരും. അതിൻ്റെ ഇടയിൽ അടി ഇടിയൊക്കെ അവർക്കൊരു വിഷയമല്ലായിരുന്നു. ഫിസിക്കൽ അസോൾട്ട് വിളിക്കാനാണെങ്കിൽ ആ സീസൺ 5 ഒരാൾ പോലും ബാക്കി ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ രീതിയിലായിരുന്നു. റനീഷ ആയാലും ജിഷ്ണു ആയാലും മിഥുനായാലും എല്ലാവരും തകർത്ത് തരിപ്പണം നോക്കിയിട്ടുള്ള ഗെയിമുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ ഈ ഒരു ഗെയിം കാണാണ്ടിരുന്നിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഇവർ കാട്ടിക്കൂട്ടുന്നത്. ജിൻഡോ ജസ്റ്റ് ഒന്ന് വട്ടം പിടിച്ചതിന് അല്ലെങ്കിൽ കൈമ പിടിച്ചതിന് ഇതിനൊക്കെയാണ് ഇവർ കുറ്റം പറയുന്നത്. എന്ത് പറയാനാണ്? ഇവരൊക്കെ കൊണ്ടത് ഇട്ട ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് ജിൻഡോ ഒറ്റപ്പെടുത്തുന്ന സിറ്റുവേഷനിലോട്ട് പോയി. പിന്നെ എനിക്ക് തോന്നുന്നു ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നൈസായിട്ട് എല്ലാവർക്കും മനസ്സിലായി ജിൻഡോ ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ജിൻഡോന് സപ്പോർട്ട് കയറും എന്നുള്ള കാര്യം ഹൗസിലുള്ളവർക്ക് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും ലൈവ് കണ്ടപ്പോൾ എല്ലാവരും ജിൻഡോനോട് ഒരു സോഫ്റ്റ് കോർണർ പിടിച്ച് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ആകെ സിജോ മാത്രം അതിൻ്റെ ഇടയിൽ കിടന്ന് അത്യാവശ്യം ഡയലോഗുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ വന്നില്ല. സിജോ തീപ്പുര ആളി കത്തിക്കുമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് അത് ഒന്നുമില്ല, കത്തണില്ല. അങ്ങ് പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കത്തണില്ല. കത്തിക്കാനൊന്നും ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കത്തിയില്ല. ജിൻഡോ അവിടെ സൈലൻ്റ് ആയിട്ട് നിന്നു, മിണ്ടാണ്ട് എല്ലാവരും പറഞ്ഞത് കേട്ട് വളരെ കൂളായിട്ട് നിന്നു. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും പുള്ളി പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ആ ഒരു കാര്യം അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലാവാത്തത് ശ്രീരേഖ, അതായത് ജാൻമണി ഔട്ടായപ്പോൾ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്ത പവറാണ് ഈ പവർ ടീമിലോട്ട് ജാൻമണിയൊക്കെ ശ്രീരേഖയെ കയറ്റിയത്. അതുപോലെ അല്ലാണ്ട് കളിച്ച് കയറിയതൊന്നുമല്ല. എന്നിട്ടും അവിടെ ടാസ്കിൽ പോലും ഇറങ്ങാണ്ട് നിന്നിട്ടും അവിടെ ഒരു മോയ എന്ന് പറഞ്ഞൊരു പാട്ടിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആർക്ക്? ജിൻഡോ ഒറ്റക്കാണ് കളിച്ചത് ഇവർക്കെതിരെ. ജിൻഡോ ഒറ്റക്ക്, അതായത് സ്വന്തം ടീമിലുണ്ടായിരുന്ന ജാസ്മിൻ പോലും കൂടെ നിന്ന് കളിച്ചിട്ടില്ല. അൻസിബക്ക് പിന്നെ വയ്യ, അൻസിബക്ക് പറ്റില്ല, അൻസിബ് ഈ പരിപാടിക്ക് നിൽക്കില്ല. അൻസിബ് അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതല്ലാണ്ട് ഒറ്റക്ക് കിടന്ന് ഈ ഒരു പ്രായത്തിൽ ആ മനുഷ്യനെ ഓടി നടന്ന് കിടന്ന് കളിച്ച കളി നമ്മളൊക്കെ ഈ പ്രായത്തിലെത്തി ഇതുപോലെയൊക്കെ ഒന്നും ഒരു തരത്തിൽ നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അതിൻ്റെ അകത്ത് അവിടെ ഇത്തിരി നടക്കുമ്പോൾ തന്നെ കിടന്ന് കിതക്കണേണ്. അതിൻ്റെ ഇടയ്ക്ക് വയ്യ, ഇയാൾ ജിൻഡോവും വയ്യാണ്ടായി. എന്നിട്ടും വിട്ടുകൊടുക്കേണ്ട ആ ഒരു സ്പിരിറ്റിൽ പുള്ളി പിടിച്ചു നിന്ന് അവസാനം വരെ പുള്ളി പിടിച്ചു നിന്ന്. ഈ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ആ ഒരു ഗെയിം റദ്ദാക്കിയില്ലായിരുന്നെങ്കിൽ
പവർ ടീം ഇപ്പോൾ ജിന്നുവിൻ്റെ കയ്യിലിരുന്ന് തന്നെ. പക്ഷെ അത് കൊടുക്കില്ലല്ലോ. ബിഗ് ബോസ് കുറച്ച് ആളുകളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് ഉള്ള ഫേവറേറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അവർ വഴിക്കേ പോകുള്ളൂ എന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. ജിൻഡോ ഗെയിം തോറ്റു. ജിൻഡോ ഗെയിം തോറ്റെങ്കിലും ഒരുപാട് പ്രേക്ഷകരെ മനസ്സിൽ നിന്ന് ജിൻഡോ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇതിൽ വേണ്ടത് പ്രേക്ഷകരുടെ വോട്ടാണ്, അല്ലാണ്ട് അതിൻ്റെ അകത്തുള്ള പവർ ടീമും ഇതൊന്നല്ല വേണ്ടത്. പ്രേക്ഷക സപ്പോർട്ടാണ് ഏറ്റവും അവസാനം അത് വേണ്ടത്. അത് ബിഗ് ബോസ് കറക്റ്റായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അതല്ല അതിലും ഇതുപോലെ ഉടായ്പ കാണിക്കാനാണെങ്കിൽ അവിടെ ഇതുപോലെ ഗബ്രിക്കോ എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇൻ കേസ് ഗബ്രി ഈ സ്കീ ഐസ്ക്രീമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സ്കീ ഐസ്ക്രീമിൻ്റെ ടീമുമായിട്ട്. അപ്പോൾ അതിൻ്റെ സ്പോൺസർ, അതായത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ സ്പോൺസറാണ് സ്കീ ഐസ്ക്രീം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ആഡിലൊക്കെ ഗബ്രി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന ഒരാളാണ് ഗബ്രി. അപ്പോൾ ഗബ്രിക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഏത് വഴിയാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രൂഫൊന്നുമില്ല, നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സിജോ, അത് ഇത്ര വലിയൊരു കേസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ പേരിൽ കിടക്കുന്നതുകൊണ്ട് സിജോനെ ഇനി കൊണ്ടുവന്നിട്ടൊരു ഹീറോ ആക്കി, അതായത് രാജാവാക്കിയിട്ട് സിജോക്ക് ഒരു കപ്പ് കൊടുക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. സിജോ പക്ഷേ ആ ഒരു കോൺഫിഡൻസിൽ സിജോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പോൾ ജിന്നോൻ്റെ കാര്യത്തിൽ പ്രതീക്ഷ വെക്കാം, നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ 47 എപ്പിസോഡിലായിട്ടുള്ളൂ, ഇനി എപ്പിസോഡുകളുണ്ടല്ലോ. ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ദിവസം മതി ഒരാൾ കയറി വരാനായിട്ട്. ഒരു പരിധിവരെ പ്രേക്ഷക സപ്പോർട്ടിനെതിരായിട്ട് ഇവർക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ വെക്കാം. ജിൻഡോൻ്റെ ആ ഒരു ആരോഗ്യം ആ ഹൗസിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളി അവിടെ ഗബ്രിനെ പിടിച്ച പിടിയിൽ ബാക്കി 19 പേരും കടന്ന് പിടിച്ച് വലിച്ചിട്ടും ആ മനുഷ്യൻ അവിടെ നിന്ന് അനങ്ങിയില്ല. അതുകാരണം ബിഗ് ബോസ് വിടാൻ പറഞ്ഞപ്പോഴാണ് പുള്ളി വിട്ടത്. അത്രയും പേര് പിടിച്ച് വലിച്ചിട്ട് അനങ്ങാത്തൊരു മനുഷ്യൻ അവിടെ പുള്ളിയുടെ ഫുൾ പവർ എടുത്താണ് അവിടെ ഗബ്രിയെ പിടിച്ചിരുന്നെങ്കിൽ, അവിടെ ഈ ഒരു പിടുത്തം പിടിച്ച് പുള്ളിയുടെ പവർ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഗബ്രിയുടെ വാര്യൽ പോലും ഒടിഞ്ഞു പോയേനെ. അങ്ങനത്തെ പവറുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇവരെല്ലാവരും, അത്രയും കൺട്രോൾ ചെയ്ത് കളിച്ചൊരു മനുഷ്യനാണ് ഇവരെല്ലാവരും കൂടി കുറ്റം പറഞ്ഞത്. ഈ പ്രായത്തിലും പുള്ളിയുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിനെ പിടിച്ചു, പുള്ളി വിട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കാലും പൊക്കി പിടിച്ച് നിൽക്കുന്ന സായി, പുള്ളി അവിടെ കിടക്കണം, വെറുതെ കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നാൽ ഇത് ഞാനൊറ്റക്ക് പിടിച്ച് വലിച്ചു മാറ്റി എന്നുള്ള രീതിയിൽ ഒന്ന് സായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല പോറായിരുന്നു. പിന്നെയും ലൈവിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജബ്രികൾ തന്നെ ലൈവിൽ പിന്നെയും തിരിച്ച്, അതായത് കം ടു ദ പോയിന്റ്, അതായത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് ആണല്ലോ ജബ്രി കോംബോ. അതിലോട്ട് തിരിച്ച് ലൈവ് പോയി. ശുഭം, ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇന്നത്തെ കോംബോ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. വിളിപ്പിക്കേണ്ടവരൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നാളെ എന്നുള്ള രീതിയിൽ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന സിറ്റുവേഷനായിട്ടാണ് പോയത്. നാളത്തെ എപ്പിസോഡിൽ ദിലീപ് വരുന്നുണ്ട്. എൻ്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ദിലീപ് വരുന്നുണ്ട്. ദിലീപ് വരെ അവിടെ എടുത്തു പറഞ്ഞൊരു പേര് ജിൻഡോ ആണ്. അപ്പോൾ ജിൻഡോയുടെ ഒരു സപ്പോർട്ട് നാളെ ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലാകും. കാരണം ജിൻഡോനെ വേറെ പറയുന്നത്, ജിൻഡോനെ അതൊക്കെ ഭയങ്കര വലിയ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ഗബ്രിയുടെ കോംബോ കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതുവരെ ബൈ.